ഞാനിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലിമേട്ടിലാണ്. പാഞ്ചാലിമേട് രാവിലെ 10 മണിയായപ്പോൾ ഇവിടെ വന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച ആകുമ്പോൾ അനേക ടൂറിസ്റ്റുകൾ, അനേക കാഴ്ചക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ വന്ന് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ചില കാഴ്ചകൾ നമുക്ക് കാണാം. നിൽക്കുന്നത് ഈ റോപ്പിൻ്റെ അടുത്ത്. റോപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് റോപ്പിൽ കയറി പോകുന്നതാകുന്ന ആ സ്ഥലമാണ്. ഇതിന്റെ മണ്ടയ്ക്ക് എന്നിട്ടാണ് ആ കമ്പി വഴി അങ്ങ് ഇവിടെ വേണ്ട 1/2 കിലോമീറ്റർ ചെല്ലുവാനോ ഇറങ്ങി അങ്ങ് താഴെ ചെല്ലുവാൻ. ലൈനേക്കൂടാണ് പോകുന്നത്. ഒരാൾ കയറുന്നതിന് 350 രൂപ 350 രൂപ ആണ്. സാധാരണക്കാർക്ക് ഭയമുണ്ടാകും, ചിലർക്കൊക്കെ ഭയമാണ്, ചില കയറാൻ മടിക്കുന്നുണ്ട്. ആ പിള്ളേർക്കൊക്കെ വളരെ താല്പര്യമാണ് അതിൽ കയറി പോകാൻ വേണ്ടി. ഇതിലങ്ങ് താഴെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ മടങ്ങി വരണമെങ്കിൽ ഇവിടെ ജീപ്പുണ്ട്, നിൽക്കുന്നത് ടൂറിസത്തിന്റെ ജീപ്പുണ്ട്. ആ ജീപ്പ് താഴെ ചെന്നിട്ട് ഇവിടുന്ന് ഈ റോപ്പേ കൂടെ പോകുന്നവരെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ തിരിച്ച് ഈ റോപ്പ് ഇപ്പൊ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ കൊണ്ടുവിടുക. അവിടെ കൊണ്ടുവരും. കാഴ്ചകളുണ്ട്, ഒത്തിരി കാഴ്ചകൾ കണ്ടോ, അതിന്റെ മണ്ട കണ്ടോ. അനേകരും വരുന്നുണ്ട്. അവരിങ്ങനെ ഇത് പാഞ്ചാലിമേട്ടിലെ അവിടെ വലിയ കുന്നുണ്ട്, അവിടെയൊക്കെ പോകുന്ന ആ വഴിയാണ് കാണുന്നത്. പ്രായമുള്ളവരും ഇന്നിപ്പോ ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച ആകുമ്പോൾ ഒത്തിരി തിരക്കാണ്. എന്നാൽ ഇപ്പം രാവിലെ നല്ലൊരു ഞങ്ങൾ ചെന്നപ്പോൾ തിരക്ക് കുറഞ്ഞു. എന്നാൽ ഇപ്പം ഇനിയും നല്ല തിരക്ക് വരും. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തെ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തെ ഒത്തിരി തിരക്ക് വരും. ആ റോപ്പിന്റെ മണ്ടയ്ക്കോട്ട് കയറിപ്പോഴുള്ള സ്റ്റെപ്പുകളാണ് കാണുന്നത്. അവിടെയാണ് ചെന്ന് അവിടെ ചെന്ന് അവിടെ ബെൽറ്റും ഒക്കെ ഇട്ടിട്ടാണ്. ഭയമില്ലാത്തവർക്ക് കയറാം, ഭയമുണ്ടെങ്കിൽ കയറാൻ സാധിക്കുകയില്ല. അപ്പോൾ താഴെ ചെല്ലുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കിടക്കുന്ന ജീപ്പുമായിട്ട് കിടക്കുന്ന അവരാണ് താഴെ ചെന്ന് മടക്കി കൊണ്ടിരുന്നത്. അവരതിനോട് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഗൈഡാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വഴികളും ഇന്നത്തെ വിവരങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി ഓടിക്കുന്ന 2 ചേട്ടന്മാർ അവരിവിടെ ഉണ്ട്. ഇനി അടുത്ത ആരെങ്കിലും ആ റോപ്പിൽ കയറാൻ വേണ്ടി വരണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ചെന്ന നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ നമ്മുടെ ശരീരത്തിന് വളരെ ചൂടിൽ നിന്ന് എന്താ പറയുന്നത്, ഒരു ചൂടിൻ്റെ ആ അസഹ്യത ഇവിടെ ഇല്ല. നല്ല കാറ്റാണ് ഇവിടെ. തന്നെ പുൽമേടാണ്, പുൽമേടുകളുടെ നടുക്കൂടാണ് വഴികൾ. മിகவும் താഴെയോട്ട് നമുക്ക് പോകണം. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഇപ്പം കണ്ടോ, ഞങ്ങളിങ്ങോട്ട് മടങ്ങി പോരാൻ തുടങ്ങുമ്പോൾ കയറി വരുന്ന ഒരു ബസ് നിറച്ചാണ് ആൾ വന്നിരിക്കുന്നത് ഇവിടെ കാണുവാൻ വേണ്ടി. എവിടുന്നാണ് വന്നതെന്ന് അറിയത്തില്ല, നമുക്ക് ചോദിച്ചില്ല. അപ്പം അവരെല്ലാം ഇങ്ങനെ പുറകെ ആയിട്ട് കയറി വരികയാണ്. ഒത്തിരി ആളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ട്. ഇവിടുന്ന് വരുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചില്ല. അവരും ആ മേൽവശത്തെ ചെന്ന് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി. അവിടെ ഈ പറയുന്നതൊക്കെ വലിയ കാഴ്ചയെന്നല്ല പറയുന്നത്. അവിടെ ഒരു വലിയ മലയുണ്ട്. ആ മലയുടെ മണ്ടയ്ക്ക് കയറി എന്നാൽ എനിക്ക് വന്ന് ഈ ലോകം മൊത്തം കാണാമെന്ന് തോന്നുന്നു. അതുപോലാണെന്ന് തോന്നുന്നു. താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ 2 താഴികക്കുടം പോലെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ചിലർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. വളരെ രസമാണ്. ഇതൊക്കെയല്ലേ ജീവിതത്തിൻ്റെ ഉല്ലാസങ്ങളെന്ന് പറയുന്നത്. ആ കുഞ്ഞിനെ വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞവർ എന്നിട്ട് അവർ മടങ്ങി തിരിച്ച് മേലോട്ട് കയറിപ്പോൾ കയറ്റമാണ് കേട്ടോ. ഇവരും ഇങ്ങനെ പറഞ്ഞ് ഉല്ലസിച്ച് സന്തോഷിച്ച് കയറി പോവുകയാണ്. പാഞ്ചാലിമേടിൻ്റെ ജംഗ്ഷനിലോട്ട് ഒരു കണ്ടാൽ ജീവനുള്ളതെന്ന് തോന്നുന്നു നിൽക്കുന്നത് കണ്ടാൽ. ഒരു ഉണ്ടാക്കി വെച്ചേക്കുക. അതങ്ങനെ ഉണ്ടാക്കി അവിടെ ചെറിയ ഒരു വെള്ളം കുടിക്കുന്ന ചെറിയൊരു ഓലി പോലെ അവിടെ വെള്ളവും അതിനകത്തിട്ടേക്കുകയാണ്. ആ പാഞ്ചാലിമേടിൻ്റെ ആ ചെറിയ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലോട്ട് ഇറങ്ങി പോവുകയാണ്. അവിടെയൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട്. കണ്ടില്ലയോ, ഈ സഹ്യപർവ്വതം പോലെ ഇങ്ങനെ മലകൾ ചുറ്റുമായിട്ട് ഇങ്ങനെ മലകൾ നിൽക്കുന്നത് കണ്ടില്ലേ. അതെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുക, കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു കാഴ്ച ആ ഭാഗത്തേക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നു, ഈ പാഞ്ചാലിമേടിൻ്റെ ജംഗ്ഷനിൽ വന്നിട്ടു. അപ്പം തിരിച്ച് ഇങ്ങോട്ട് പോരുവാൻ വേണ്ടി നിൽക്കുകയാണ്. രാവിലെ വന്ന ഒത്തിരി പേരുണ്ട്. പോലീസിൻ്റെ ജീപ്പാണ് കിടക്കുന്നത്. അവരെ പോലീസിൻ്റെ നിരീക്ഷണം എപ്പോഴും ഉണ്ട് ഇവിടെ. കാരണം ആരെങ്കിലും വന്ന് എന്താണ്ട് വേണ്ടാഴികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് അധികാരപ്പെട്ടവർ വേണമല്ലോ, അല്ലെങ്കിൽ ആർക്കും ഭയവും ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി അധികാരപ്പെട്ട പോലീസുകാരൊക്കെ ഇവിടെ ഇങ്ങനെ റോന്തി വിറ്റുന്നുണ്ട്.